അതെ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത് ഈ ഒരു കഫേയെ കുറിച്ചാണ് കേട്ടോ. കഫേ ബെക്സ് ഇതാണ് ഇതിൻ്റെ പേര്. ഇത് എവിടെയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമുക്ക് ഈ ആംബിയൻസും ഈ ലുക്കും ഇതെല്ലാം കാണുമ്പോൾ എവിടെയോ എന്ന് കരുതില്ലേ? പക്ഷേ എവിടെയല്ല കേട്ടോ, ഇത് നമ്മുടെ മേലാറ്റൂർ തന്നെയാണ്. മേലാറ്റൂരാണ് ഈ കഫേ ബെക്സ്. ഇത് തുടങ്ങിയിട്ട് എനിക്കിതൊന്നും കുറേ ആയിട്ടുണ്ട്. പക്ഷേ ഞാനിത് കാണുന്നതും അറിഞ്ഞതും ഇപ്പോഴാണ്. പിന്നെ അതായത് അവരുടെ ആംബിയൻസും സെറ്റിങ്സും എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ, തെങ്ങിൻ്റെ മുകളിൽ കൂടെയൊക്കെയാണ് അവർ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമുക്ക് നമ്മുടെ അവിടുത്തെ ആ തെങ്ങൂതൊന്നും കളയാതെ തന്നെ അവർ അതിൻ്റെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഈ തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വാഷിംഗ് ഏരിയ ആയാലും നമുക്കൊരു ഓപ്പൺ ആയിട്ടാണ്. ഇതിന് ഓപ്പണായിട്ടും ക്ലോസ് ആയിട്ടും ഉണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു മിററൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എൻ്റെ ഒരു വീഡിയോ എടുത്തതായിരുന്നേ. അതായത് ഓപ്പണും ഉണ്ട്, ക്ലോസ്ഡ് ആയിട്ടും കുറച്ച് ഏരിയാസ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ കാര്യമായിട്ടൊന്നും കഴിക്കാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇത് കൂടെ പോയപ്പോൾ ഭയങ്കര ലേറ്റായി വന്നപ്പോൾ. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വെച്ച് ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ സ്നാക്സ് കഴിക്കാമെന്ന് വെച്ച് കയറിയതാണ്. അപ്പോഴാണ് ഞാൻ ഈ ആംബിയൻസ് കണ്ടപ്പോൾ ഞാൻ ഇത്രയും കാലം ഇത് മേലാറ്റൂരുണ്ടായിട്ട് അറിയാത്തത് കരുതിയത്. പക്ഷേ എനിക്ക് നല്ല ചായയായിരുന്നു കേട്ടോ അത്. ഞാനൊരു ശർക്കരയുടെ ഒരു ടീ ആണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഈ രാത്രിയല്ല ലൈറ്റൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യുള്ളൂ. മറ്റത് ഞാനത് കൂടെ പോകാറുണ്ട്, പക്ഷെ ഞാനതൊട്ടും നോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ചായയും ഒരു സ്നാക്സും എല്ലാം കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാനൊന്നും കൂടെ അതിൻ്റെ വ്യൂക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ പറഞ്ഞു ഈ മക്കളെയും കൊണ്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരണം എന്ന്. അതായത് എനിക്ക് ആ ആംബിയൻസും ആ സെറ്റിങ്സൊക്കെ നല്ല ഇഷ്ടമായി. അതായത് കഫേ ബെക്സ് മേലാറ്റൂരിൻ്റെ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഓക്കെ, ബൈ.